റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹാരഥന്മാരായ സലഫു സാലിഹീകളുടെയും ചര്യകൾ പിന്തുടരുക, ഇതാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്ന പള്ളി ദർസുകൾ നമുക്ക് പരിസരങ്ങളിലൊക്കെ ഉണ്ടാകും. ആളുകൾ വെച്ചു പുലർത്തുന്ന ആദർശമൊക്കെ പള്ളി ദർസിലെ കിതാബ്. അപ്പോ പള്ളി ദർസുകളിൽ ഇന്ന് സമസ്തയുടെ ആളുകൾ വെച്ചു പുലർത്തുന്ന ആദർശമൊക്കെ പള്ളി ദർസിലെ കിതാബിൽ ഉണ്ടാകുന്ന എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. അറബി കോളേജിലെ കിതാബിലും ഉണ്ടാകും സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഇന്ന് കാണുന്ന മുഴുവൻ കാര്യങ്ങളെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകുക. എന്നോടൊക്കെ തന്നെ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഈ ദർസ് പഠിച്ച കാര്യങ്ങൾ ഇനി തള്ളി പറയാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അറബി കോളേജിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തള്ളി പറയേണ്ട കാര്യമുണ്ടോ എന്ന് സ്വാഭാവികമായും പലരും നമ്മോട് ചോദിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, വളരെ ആത്മാർത്ഥമായി നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ നാട്ടിൽ അമ്പംകുന്ന് ജാറം എന്ന് പറയുന്ന മണ്ണാറക്കാട്ട് ജാറം വളരെ പ്രസിദ്ധമാണ്, ബീരാനൗലിയ പാപ്പയുടെ. ആ ജാറത്തിങ്കൽ ചെന്നാൽ കാണാം, അവിടെ വീഡിയോ പോലും നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ഒരാള് ഒരു നാളികേരത്തിന്റെ മുകളിൽ ഒരു തിരി കത്തിച്ചു വെച്ചിട്ട് ഒരാളുടെ തലക്ക് മുകളിൽ നിന്ന് കാല് വരെ ഇങ്ങനെ വീഴും. അങ്ങനെ ആ നാളികേരം ഒരു മരക്കഷ്ണത്തിന്റെ മുകളിൽ വെച്ച് ഒറ്റ വെട്ടിന് 2 കഷ്ണമാക്കി തെറിപ്പിക്കും. മുട്ടറുക്കുക എന്നാണ് അതിന്റെ പേര്. അതെല്ലാവർക്കും അറിയണതാണ്. എല്ലാ ഉസ്താദ്മാരും, മിക്ക ഉസ്താദ്മാരും, തങ്ങന്മാരും, ചികിത്സ ചെയ്യുന്ന ഉസ്താദ്മാരൊക്കെ ചെയ്യണ പരിപാടിയാണ്. ഇങ്ങനെ ചെയ്താൽ അതുകൊണ്ട് വലിയ ഗുണമുണ്ട് എന്നാണ് എല്ലായിടത്തും വിശ്വസിക്കുന്നതും. ആ പരിപാടി ഇസ്ലാമികമായിട്ടാണല്ലോ ചെയ്യുന്നത്. പള്ളി ദർസിൽ ഒരുപാട് കിതാബുകൾ പഠിക്കാറുണ്ട്, അറബി കോളേജിലും പഠിക്കാറുണ്ട്. ഏത് കിതാബിലാ കൂട്ടരെ ഇതുള്ളത്? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഗ്രന്ഥങ്ങൾ നിരവധിയുണ്ട്. ഏത് ഗ്രന്ഥത്തിലാ കൂട്ടരെ ഇതുള്ളത്? അപ്പൊ ഇത് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോ പള്ളി ദർസിനെയോ അറബി കോളേജിനെയോ തള്ളി പറയേണ്ട, അവിടെ പഠിപ്പിച്ചത് അല്ല ഇത്. അതുപോലെ തന്നെ പണ്ട് കുണ്ടുതോട് സംവാദം എന്ന് പറഞ്ഞ് ഒരു സംവാദത്തിനുള്ള ചർച്ച സജീവമായി ഇടവണ്ണക്കടുത്ത് AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരവും EK അബൂബക്കർ മുസ്ലിയാരും സമസ്തയുടെ ഭാഗത്ത് വേറെയും പണ്ഡിതന്മാരുണ്ടായിരുന്നു. മുജാഹിദുകളുടെ ഭാഗത്ത് AP അബ്ദുൽ ഖാദർ മൗലവിയും KP മുഹമ്മദ് മൗലവിയും വേറെയും കുറെ പണ്ഡിതന്മാർ. ആ വാദപ്രതിവാദ വ്യവസ്ഥയിലെ ഒരു വിഷയം ഹോമം ഇടുന്നത് ഇസ്ലാമികമാണെന്നും മറുകക്ഷി മുജാഹിദുകൾ അല്ല എന്നുമായിരുന്നു. ഹോമിടാൻ പറ്റൂല എന്നും ഒരു കക്ഷി പറ്റും എന്നുമായിരുന്നു പറഞ്ഞിരുന്നു. ഹോമം ഇസ്ലാമികമല്ലെന്നും ഇസ്ലാമികമാണെന്നുമായിരുന്നു. ഈ ഹോമം ഇടുക എന്ന പരിപാടി ഇസ്ലാമിലുണ്ടെങ്കിൽ പള്ളി ദർസിൽ കാണുമല്ലോ, കിതാബിൽ കാണുമല്ലോ, അറബി കോളേജിൽ കാണുമല്ലോ? ഇല്ല. അപ്പൊ അത് ഇല്ലാന്ന് മുജാഹിദുകൾ പറയാൻ, ഇസ്ലാമിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ രേഖകൾ പഠിപ്പിക്കപ്പെടുന്ന പള്ളി ദർസുകളിൽ ഇത് കാണുന്നില്ല, അറബി കോളേജിൽ ഇത് കാണുന്നില്ല. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹം മരണപ്പെട്ടിട്ട് 3-ാമത്തെ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ കരുവാരകുണ്ടൊക്കെ കണ്ണോക്ക് എന്നാ പറയാ. അയാൾ മരണപ്പെട്ട് ശരീരം ഇഴകി മുഖത്ത് നിന്ന് കണ്ണ് കൊഴിഞ്ഞു ചാടുന്ന ദിവസം, കണ്ണുപോക്ക്. അങ്ങനെ മുഖത്തുനിന്ന് കണ്ണ് ചാടുന്ന കൊഴിഞ്ഞു വീഴുന്ന ദിവസം അന്ന് പായസമുണ്ടാക്കി ഈ മയ്യത്തിന്റെ കുടുംബങ്ങളും അയൽവാസികളും എല്ലാരും കുടിക്കുക. ആലോചിച്ച് നോക്കണം. നമ്മൾ 10 മാസം നമ്മളെ ഗർഭാശയത്തിൽ കൊണ്ടു നടന്ന നമ്മുടെ മാതാവ് മരണപ്പെട്ടിട്ട് ആ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് കണ്ണ് കൊഴിഞ്ഞു വീഴുന്ന ദിവസം പായസം കുടിക്കാൻ മനസ്സിന് ആർജവം വരുന്ന മക്കളുടെ കാര്യമാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. ആ 3-ാമത്തെ ദിവസം തന്നെ കുടിക്കണോ അതൊക്കെ? ഇത് പള്ളി ദർസിൽ ഉണ്ടാകുന്ന പാവപ്പെട്ട ആളുകൾ വിചാരിക്കുന്നത്, അറബി കോളേജിൽ ഉണ്ടാകുന്ന വിചാരിക്കുന്നത്. എവിടെയാതുള്ളത്? അന്വേഷിക്കണ്ടേ നമ്മൾ?
അപ്പൊ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടമാടുന്നത് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് സഹോദരങ്ങളെ. ങ്ങളിലും ഇപ്പോ കത്തികൊണ്ട് ശരീരത്തിൽ കുത്തിയിട്ട് കുത്തിയെ മുറി കൂട്ടിക്കൊണ്ടയാ മുഹിയുദ്ദീനെ എന്നും പറയുന്ന പരിപാടി പള്ളി ദർസിലെ ഏത് കിതാബിലാണ് അത് പഠിപ്പിക്കുന്നത്? അറബി കോളേജിലെ ഏത് കിതാബിലാണ് ഇത് പഠിപ്പിക്കുന്നത്? പോട്ടെ, സമസ്തയുടെ മുശാവറ മെമ്പർമാരായ കരുത്തന്മാരായ പണ്ഡിതന്മാർ, അതുമല്ല എങ്കിൽ സമസ്തയുടെ ജില്ലാ നേതാക്കന്മാർ, അതുമല്ലെങ്കിൽ സമസ്തയുടെ മണ്ഡലം പഞ്ചായത്ത് നേതാക്കന്മാർ, ബിരുദധാരികളായ ആളുകൾ, എന്താണ് ഈ കുത്തറാത്തീബിൽ അവരെയൊന്നും കാണാത്തത്? നമ്മുടെ സമൂഹത്തിൽ കുത്തറാത്തീബിനൊരു വിഭാഗം ആളുകളുണ്ട്. ആ ആളുകളല്ലാതെ വേറെ ആരും കുത്തുന്നില്ലല്ലോ. മഹാരഥന്മാരായ വലിയ വലിയ ആളുകൾ എന്ന് പറയുന്ന ആളുകളൊക്കെ അതിന്ന് മാറുന്നത് കാണാൻ പോലും അതിന്റെ അടുത്ത് പോയി നിൽക്കുന്നില്ല ആരും. എന്താണ്, നല്ല നല്ല സമസ്തയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇറങ്ങി കുത്തുകയാണെങ്കിൽ ആ കുത്ത് കാണാൻ ആളുകൾക്കൊരു സന്തോഷം ഉണ്ടാവും, ആളുകൾ ഇറങ്ങും ചെയ്യും. ആരുമില്ല. ഇത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന് പറയുന്ന പള്ളി ദർസിലെയും അറബി കോളേജിലെയും പട്ടിക്കാടാവട്ടെ, നന്ദിയാവട്ടെ, കാരന്തൂർ മർക്കസാവട്ടെ, അതുപോലെ ഒതുക്കുങ്ങൽ അഹ്സനിയാവട്ടെ, വേലൂർ ബാക്കിയാത്താവട്ടെ, ദയ്യൂബന്താവട്ടെ, ഏത് കോളേജിലെ ഏത് കിതാബിൽ ഇല്ല. അപ്പൊ കിതാബില്ലാത്ത കാര്യമാണിവിടെ.